AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ ഗ്രീൻ എർത്ത് എന്ന പാഠഭാഗത്തിലെ ഹരിതഭൂമി എന്ന പാഠഭാഗത്തിലെ 3ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് എല്ലാവരും പഠിച്ചോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, എങ്ങനെയാണ് ഒരു ചെടി ഉണ്ടാകുന്നത്? നമ്മൾ വിത്തൊക്കെ കുഴിച്ചിട്ടിട്ടാണ് അല്ലേ ചെടി ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ വിത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ജീവനുണ്ട്. ആ വിത്ത് വളർന്നിട്ടല്ലേ ചെടിയും മരവും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ വിത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ജീവനുണ്ട്. ഈ വിത്ത് മുളപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കതൊന്ന് നോക്കിയാലോ? ലെറ്റ്സ് ജെർമിനേറ്റ് എ സീഡ്. ഈ വിത്ത് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ജെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചാലോ? എന്നിട്ട് നമുക്കും വീട്ടിലത് ചെയ്ത് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ്, fill a transparent glass with a sand. എന്താ അതിൽ പറയുന്നത്? fill a transparent glass with a sand. സുതാര്യമായ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ, അതായത് ഒരു ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലോ നമുക്ക് കാണാൻ പറ്റുന്ന, അങ്ങോട്ട് കാണാൻ പറ്റുന്നതാണ് സുതാര്യമായ ഗ്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ മണ്ണ് നിറയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പ്ലാന്റ് 3 or 4 pea seeds slightly under the sand. എന്താ അതിൽ പറയുന്നത്? 3 or 4 പയറുമണികൾ ഈ മണ്ണിൽ അല്പം താഴ്ത്തി വയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വെറ്റ് ദ സാൻഡ്. മണ്ണ് ഒന്ന് നനച്ച് കൊടുക്കുക. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ഒബ്സർവ് ഈച്ച് ഡേ കെയർഫുള്ളി. അതായത് ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. അപ്പോൾ നമ്മൾ സീഡൊക്കെ നട്ടു ഇല്ലേ? നമ്മളതിന് വെറ്റ്, അതായത് മണ്ണൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു. ഇനി സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? സീഡ് ഇങ്ങനെ വെറുതെ മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ സീഡ് വളരുമോ? ഇനി നമുക്കതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ടു ജെർമിനേറ്റ് സീഡ് പ്രോപ്പർ സൺലൈറ്റ് ഷുഡ് ബി നെസസറി. അതായത് നമ്മൾ ആ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ അതിന് അത്യാവശ്യമായിട്ടുള്ള എന്താണ്? അതിന് നല്ല സൂര്യപ്രകാശം വേണം, വേണ്ടേ? സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ എന്ത് വേണം? പ്രോപ്പർ സൺലൈറ്റ് ഷുഡ് ബി നെസസറി. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ എന്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ സീഡ് നടാൻ. മനസ്സിലായോ? നെക്സ്റ്റ്, ടു ഗ്രോ എ പ്ലാന്റ് പ്രോപ്പർ മാനുവർ നീഡഡ്. അതായത് ഈ പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആവശ്യത്തിന് വളം കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പാരൻസ് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ വളമൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഓരോ മാനുവറുകൾ, ഓരോ വളങ്ങൾ ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിനാണത്? ചെടി വളരാൻ വേണ്ടിയിട്ടാണ്. ചെടിയും ഭക്ഷണം കഴിക്കും, അവരുടെ ഭക്ഷണമാണത്. മനസ്സിലായോ? ഇനി വെള്ളവും അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മൾ സൂര്യപ്രകാശമുള്ളിടത്ത് കൊടുത്തു വെച്ചു, അതുപോലെ തന്നെ ആവശ്യത്തിന് വളം നൽകി, പ്രോപ്പർ മാനുവർ നമ്മൾ കൊടുത്തു. ഇനി എന്ത് വേണം? ടു ഗ്രോ എ പ്ലാന്റ് പ്രോപ്പർ വാട്ടർ നീഡഡ്. ചെടി വളരാൻ വേണ്ടിയിട്ട് എന്ത് വേണം? വെള്ളം അത്യാവശ്യമാണ്. അപ്പം നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണം. മനസ്സിലായോ?
Carefully observe the steps like more leaves sprouting in plant, stem growing, flowers and fruit appearing. അതായത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഓരോ സ്റ്റെപ്പും നോക്കുകയാണെങ്കിൽ, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതിലിങ്ങനെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ പതുക്കെ വളരണത് കാണാൻ പറ്റും, സ്റ്റെമ്മ് വളരണത് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഫ്രൂട്ടൊക്കെ വളരണത് കാണാൻ പറ്റും. നമുക്ക് ഈ ചെടി വളരണത് ഒന്ന് ഒബ്സർവ് ചെയ്താലോ? ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരാമേ, അതൊന്ന് നിങ്ങളൊന്ന് നോക്കിയേ. വളരെ വളരെ നല്ല രസമാണ് കാണാൻ. ചെടി വളരുന്ന, വിത്തിൽ നിന്ന് ചെടി മുളച്ച് വരുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മണ്ണൊക്കെ നിറച്ച് വിത്തൊക്കെ നട്ട് അതിന് വെള്ളവും വളവും ഒക്കെ നൽകി എന്ത് ചെയ്യണം? നിങ്ങൾ ആ ചെടിയെ നിരീക്ഷിക്കണം. എല്ലാ ദിവസവും നിരീക്ഷണം. എല്ലാ ദിവസവും അതിന് വെള്ളമൊക്കെ കൊടുക്കണം. അത്യാവശ്യം വളവും മാനുവറിങ്ങും അതുപോലെ സൺലൈറ്റൊക്കെ ഉള്ളിടത്ത് വെച്ചിട്ട് ചെടീനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്കും കാണാം ഇതുപോലുള്ളൊരു ചെടി വളരണതും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ചെടി മൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട്, ഒരു പ്രവർത്തന റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാം. ഏത് സീഡാണ് എടുത്തിട്ടുള്ളത്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്, ഏത് ഡേറ്റിലാണ് ഇത് ജെർമിനേറ്റ് ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് ഫസ്റ്റ് സ്പ്രൗട്ട്, അതുപോലെ എപ്പോഴാണ് ലീവ്സ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഓരോ കാര്യങ്ങളും അതിൻ്റെ തിക്നെസ്, ഹൈറ്റ്, നമ്പർ ഓഫ് ലീവ്സ്, 7 ദിവസത്തിനുള്ളിൽ ചേഞ്ചുകൾ, അതിൽ ഫ്ലവറിങ്, ഫ്രൂട്ട്, ഇതിൻ്റെയൊക്കെ ഓരോ ഡേറ്റുകളൊക്കെ എഴുതിയിട്ട് ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സീഡിൻ്റെ ഉള്ളിൽ ജീവനുണ്ടെന്ന്. സീഡിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ചെടികൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? മാംഗോ ട്രീ ഉണ്ട്, പംകിൻ ഉണ്ട്, പിന്നെ നിങ്ങൾക്കറിയാവുന്ന ചെടികളൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ഓക്കെ? ഇനി സീഡിൽ നിന്നും മാത്രമാണോ മക്കളെ ചെടികൾ ഉണ്ടാവുന്നത്? സീഡ് കുഴിച്ചിട്ടാൽ മാത്രമാണോ ഈ ചെടികളൊക്കെ ഉണ്ടാവുന്നത്? അല്ല അല്ലേ. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്. സീഡിൽ നിന്നും മാത്രമല്ല എന്തുണ്ടാവുന്നത്, പ്ലാന്റ്സ് ഉണ്ടാവുന്നത്, റൂട്ടിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലീഫ് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചെടികളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മ് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചെടികളുമുണ്ട്. ഉണ്ടല്ലേ? റൂട്ടിൽ നിന്നുണ്ടാവുന്ന ചെടികൾ നമുക്കൊന്ന് നോക്കാം. കടപ്ലാവ് കേട്ടിട്ടില്ലേ? അതിൻ്റെ റൂട്ട് നടുമ്പോഴാണ് ആ കടപ്ലാവ് ഉണ്ടാവുന്നത്. റൂട്ടിൽ നിന്നുണ്ടാവുന്ന ഒരു പ്ലാന്റാണ് ഇത് കടപ്ലാവ്. അതുപോലെ തന്നെ ലീഫ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ലീഫ് നട്ട് കഴിഞ്ഞാൽ ചെടി ഉണ്ടാവും. എല്ലാതിൻ്റെ അല്ല, ചില
സസ്യങ്ങളുടെ അല്ലെങ്കിൽ ചില പ്ലാന്റ്സിൻ്റെ മാത്രം. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ബ്രയോഫിലം, അതുപോലെ തന്നെ നിശാഗന്ധി. രാത്രിയിൽ വളരുന്ന ഒരു പൂവില്ലേ നിശാഗന്ധി, അതിൻ്റെ ഇല കുഴിച്ചിട്ടിട്ടാണ് എന്തുണ്ടാവുന്നത്? ആ ചെടി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്റ്റെമ്മ് കുഴിച്ചിട്ടിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെമ്മ് പ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, ചെമ്പരത്തി, റോസ്, പിന്നെ ഇക്സോറ, ചെത്തി, പിന്നെ ജാസ്മിൻ. ഏതൊക്കെയാണ്? ജാസ്മിൻ എന്താണ്? മുല്ലപ്പൂ അല്ലേ? അപ്പോൾ ഇത്തരം ചെടികളൊക്കെ സ്റ്റെമ്മ് പ്ലാന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെമ്മ് കുഴിച്ചിടുമ്പോൾ ഉണ്ടാവുന്ന ചെടികളാണ്. അപ്പോൾ ഇതും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നോട്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാന്റിൻ്റെ പാർട്സൊക്കെ പഠിച്ചായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഏതൊക്കെ പാർട്സാണ് പ്ലാന്റിനുള്ളത്? ലീഫുണ്ട്, പിന്നെ ഏതാ ഉള്ളത്? ഫ്ലവറുണ്ട്, ഫ്രൂട്ടുണ്ട്, സ്റ്റെമ്മുണ്ട്, അതുപോലെ തന്നെ എന്താണ്? റൂട്ടുണ്ടല്ലേ. ഇതാണ് ഒരു ചെടിയിലെ പ്ലാന്റിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ഒരു ചെടിയുടെ പാർട്സ്. ഓക്കെ, ഈ ഓരോ പ്ലാന്റിൻ്റെ പാർട്സിനും എന്തുണ്ട്? അവരുടേതായ ഫങ്ഷൻസ് ഉണ്ട്. അതായത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പോൾ പ്ലാന്റ് പാർട്സ് ആൻഡ് ദർ ഫങ്ഷൻസ്, അതാണ് നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്ലാന്റിൻ്റെ പാർട്സിന് അതിൻ്റെ ഫങ്ഷൻസ്, ഓരോ പ്ലാന്റ് പാർട്സിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടെസ്റ്റ് ട്യൂബ് നമുക്ക് വേണം. ഓക്കെ, പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ്സ് ഇൻ ദ സ്റ്റാൻഡ്. ഒരു സ്റ്റാൻഡിൽ 3 ടെസ്റ്റ് ട്യൂബ് നമ്മൾ വെക്കുക. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഫസ്റ്റത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ വാട്ടർ ഫില്ല് ചെയ്യണം. ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട്. അതായത് സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ റെഡ് കളേർഡ് വാട്ടർ, അതായത് ചുവന്ന നിറമുള്ള വെള്ളമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഏതിൻ്റെ പോലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ ഫില്ല് ചെയ്ത അതേ അളവിൽ തന്നെ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലും റെഡ് കളേർഡ് വാട്ടറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ സാധാരണ വെള്ളമാണ് ഫില്ല് ചെയ്യേണ്ടത്. അതുപോലെ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ റെഡ് കളേർഡ് വാട്ടർ, ചുവന്ന നിറമുള്ള വെള്ളമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, കീപ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. 3ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യണം? വെള്ളമൊന്നും നിറയ്ക്കണ്ട. കീപ് 3 ക്ലിയർ വീഡ് പ്ലാന്റ്സ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് undamaged roots in sunlight for 10 minutes and then keep them in separate test tubes. എന്താ അതിൽ പറയുന്നത്? വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുമുള്ള 3 മഷിത്തണ്ടിൻ്റെ ചെടികൾ. ക്ലിയർ വീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷിത്തണ്ടാണ്. മഷിത്തണ്ടിൻ്റെ ചെടികൾ പരിസരത്ത് നിന്ന് ശേഖരിച്ചിട്ട് ആ മഷിത്തണ്ട് ചെടികൾ 10 മിനിറ്റ് നേരം വെയിലത്ത് വയ്ക്കുക. അതിനുശേഷം ഈ മഷിത്തണ്ട് ചെടികൾ 3 ഗ്ലാസ്സിൽ ഈ 3 ടെസ്റ്റ് ട്യൂബിലായിട്ട് ഇറക്കി വയ്ക്കുക. ഓക്കെ, കീപ് ദ ടെസ്റ്റ് ട്യൂബ്സ് ഇൻ എ പ്ലേസ് വെർ ദേ ക്യാൻ ഗെറ്റ് സൺലൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബുകൾ വെക്കണം. പിന്നെ ഒബ്സർവ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ പ്ലാന്റ്സ് ആൻഡ് ദ വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്സ്. അതായത് നമ്മൾ കുറച്ച് നേരം ആ ടെസ്റ്റ് ട്യൂബുകളെ ഉള്ള മഷിത്തണ്ടിനെ എന്ത് ചെയ്യണം? നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കണേ? നമുക്ക് അതിൻ്റെ ഒബ്സർവേഷൻസ് ഒന്ന് നോക്കാം. ദ മഷിത്തണ്ട് പ്ലാന്റ് ഇൻ ഫസ്റ്റ് ഗ്ലാസ് വീക്കെൻഡ് ഡ്യൂ ടു സൺലൈറ്റ് could be seen as its old condition. The water reaches all parts of plant absorbed by the roots. The amount of water also decreases. എന്താ പറയേണ്ടത് അതിൽ? ഫസ്റ്റത്തെ ഗ്ലാസ് ട്യൂബിൽ നമ്മൾ എന്താ നിറച്ചിരുന്നത്? വെള്ളം നിറച്ചിട്ട് അതിൽ മഷിത്തണ്ട് ചെടി ഇടുക ചെയ്തിട്ടുള്ളത് അല്ലേ? അതായത് കുറച്ച് നേരം സൂര്യപ്രകാശത്തിൽ വെച്ചിട്ട്
ഉള്ള മഷിത്തണ്ട് ചെടി. അപ്പോൾ സൂര്യപ്രകാശത്തിൽ വെക്കുമ്പോൾ മഷിത്തണ്ട് ചെടി എന്തായിട്ടുണ്ടാവും, വാടിയിട്ടുണ്ടാവും അല്ലേ. അതാണ് നമ്മൾ അതിൽ ഇട്ട് വെച്ചിരുന്നത്. ഫസ്റ്റത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്തായിരുന്നു, വാട്ടർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഗ്ലാസ്സിലെ വെയിലേറ്റ് വാടിയിരുന്ന മഷിത്തണ്ട് ചെടി വീണ്ടും എന്തിലേക്ക് വന്നു, പഴയ അവസ്ഥയിലേക്ക് വന്നു അല്ലേ. വെയിലേറ്റ് വാടിയിരുന്ന മഷിത്തണ്ട് ചെടി പഴയ പോലെ ആയി. എന്താ കാരണം, വേര് വെള്ളം വലിച്ചെടുത്ത് ചെടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലേ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കി, അത് കുറഞ്ഞിട്ടുണ്ടാവും. ആ ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ അളവും അല്പം കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അതായത് വേര് റൂട്ട് വെള്ളം വലിച്ചെടുത്തിട്ട് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയാണ് അല്ലേ ചെയ്തത്. The water reaches all parts of plants absorbed by the roots. റൂട്ട് വലിച്ചെടുത്തിട്ടുള്ള വെള്ളം പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. The amount of water also decreases. അപ്പോൾ അതിലത്തെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ. അതുപോലെ തന്നെ വാടിയിരിക്കുന്ന ചെടി പഴയ അവസ്ഥയിലേക്ക് നല്ല ഫ്രഷായിട്ട് വന്നതും നമ്മൾ കണ്ടു ഇല്ലേ. ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ എന്താ ഉണ്ടായിട്ടില്ലേ നോക്കാം. ദ സ്റ്റെം ഓഫ് മഷിത്തണ്ട് പ്ലാന്റ് ഇൻ ദ സെക്കൻഡ് ക്ലാസ് കുഡ് ബി സീൻ വെരി ക്ലിയർലി ഇൻ റെഡ് കളർ ബിക്കോസ് ഓഫ് ദി റെഡ് കളേർഡ് വാട്ടർ. അതായത് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താ ഉണ്ടായിട്ടുള്ളത്, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ മഷിത്തണ്ട് ചെടിയുടെ തണ്ടുകളെല്ലാം എന്താണ്, റെഡ് കളറിൽ അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ കാണാൻ സാധിച്ചു. എന്തായിരിക്കും കാരണം, അതിൽ നിറച്ചിരിക്കുന്ന വെള്ളം എന്താണ്, റെഡ് കളേർഡ് വാട്ടർ ആണല്ലേ. അതുകൊണ്ടാണ് ആ മഷിത്തണ്ട് ചെടിയുടെ തണ്ടുകളെല്ലാം റെഡ് കളറിൽ കാണാൻ പറ്റിയത്. ആ റെഡ് കളർഡ് വാട്ടർ എന്ത് ചെയ്തു, ആ തണ്ട് വലിച്ചെടുത്തു അല്ലേ. റൂട്ടിലൂടെ വലിച്ചെടുത്തപ്പോൾ എന്തുണ്ടായി, അതിൻ്റെ തണ്ടിനൊക്കെ എന്ത് കളറായി, റെഡ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലേ അല്ലേ. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ടായിട്ടില്ലേ നോക്കാം നമുക്ക്. ദ മഷിത്തണ്ട് പ്ലാന്റ് ഇൻ ദ തേർഡ് ക്ലാസ് കുഡ് ബി സീൻ ആസ് ഡ്രൈഡ്. എന്താ അതിലുണ്ടായത്, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ഒഴിച്ചു വെച്ചായിരുന്നോ, ഇല്ല അല്ലേ. നമ്മൾ വാട്ടറൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുണ്ടായി, ചെടി വാടിക്കരിഞ്ഞു പോയില്ലേ. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ മഷിത്തണ്ട് ചെടി വാടിക്കരിഞ്ഞു പോയില്ലേ. അതായത് ചെടിക്ക് ആവശ്യമായ ജലം വലിച്ചെടുക്കുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലായി, വേരാണെന്ന് മനസ്സിലായില്ലേ. അതായത് ചെടിക്ക് അവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് ആ ചെടി വാടിപ്പോയി. എന്താ, വെള്ളമുണ്ടായിരുന്ന ചെടി എന്ത് ചെയ്തു, നല്ല ഫ്രഷായിട്ട് നിന്നു അല്ലേ. എന്തുകൊണ്ടാണ്, അതിലെ റൂട്ട് എന്ത് ചെയ്തു, ആ വാട്ടർ വലിച്ചെടുത്തു, അബ്സോർബ് ചെയ്തു അല്ലേ. അപ്പം ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലം അബ്സോർബ് ചെയ്യുന്നത് ആരാണ്, ആരാ ചെയ്യേണ്ടത്, ചെടിയുടെ ഏത് പാർട്ടാണ് ചെയ്യുന്നത്, ചെടിയുടെ റൂട്ടാണ് ചെയ്യുന്നത്, ആ പ്ലാന്റിൻ്റെ റൂട്ടാണ് ചെയ്യുന്നത് അല്ലേ. ജലം വലിച്ചെടുക്കുന്നത് ആ പ്ലാന്റിൻ്റെ വേരാണല്ലേ, ചെടിയുടെ വേരാണ്. അതുപോലെ ഈ ചെടിയുടെ വളർച്ചയ്ക്ക് എന്താവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി, സൂര്യപ്രകാശവും ആവശ്യമാണെന്ന് മനസ്സിലായി ഇല്ലേ. നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മൾ എവിടെ കൊണ്ടുവച്ചത്, മഷിത്തണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ എവിടെ കൊണ്ടുവച്ചത്, സൂര്യപ്രകാശം ഉള്ളിടത്താണ് കൊണ്ടുവച്ചത് അല്ലേ. അപ്പം എന്താ മനസ്സിലായി നമുക്ക്, ചെടിക്ക് എന്താ ആവശ്യമാണ്, സൂര്യപ്രകാശവും അതുപോലെ തന്നെ വെള്ളവും ആവശ്യമാണല്ലേ. അപ്പോൾ വാട്ടർ ഏതിൽ കൂടെയാണ് അബ്സോർബ് ചെയ്തത്, റൂട്ടിലൂടെയാണ് അബ്സോർബ് ചെയ്തത്. വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ആൻഡ് ദ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. അതുപോലെ തന്നെ ചെടികൾക്ക് എന്താവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്, ഭക്ഷണം. നമ്മുടെ വീട്ടിൽ ആരാ ഭക്ഷണം പാകം ചെയ്യുക, അമ്മയാണ് പാകം ചെയ്യുക. എവിടെ പാകം ചെയ്യുക നമ്മൾ ഭക്ഷണം, എവിടെയാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുക, അടുക്കളയിലാണ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ ചെടികൾക്കും ഫുഡ് ആവശ്യമാണ്. ചെടികൾക്കും ഉണ്ട് ഒരു അടുക്കള, ഒരു കിച്ചൺ ഉണ്ട് അവർക്ക്. എവിടെയാണെന്നറിയാമോ, ചെടികളുടെ അടുക്കള എന്ന് പറയുന്നത് ചെടികളുടെ ലീവ്സാണ്. എവിടെയാണ്,
ചെടികളുടെ ഇലകളാണ് അവരുടെ അടുക്കള. അവിടെയാണ് അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ദ ഫുഡ് ഈസ് നെസസറി ഫോർ പ്ലാന്റ്സ് ഈസ് മെയ്ഡ് ഇൻ ദ ലീവ്സ്. ലീവ്സിലാണ് എന്ത് ചെയ്യുന്നത്? അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഗ്രോത്ത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ആരാണ്? ലീവ്സാണ് അല്ലേ? ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്. അതായത് ബാക്കി വന്ന ഫുഡൊക്കെ എവിടെയാണ് അവർ സ്റ്റോർ ചെയ്യുക? പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരത് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? പിന്നെ അതർ ഓർഗാനിസം യൂസ് ഇറ്റ് ആസ് ദർ ഫുഡ്. അതായത് അതർ ഓർഗാനിസംസ് എന്ത് ചെയ്യും? അതായത് ബാക്കി വരുന്ന ആഹാരം ആ ചെടിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടാണല്ലേ കരുതി വയ്ക്കുക. അപ്പം നമ്മൾ കാണുന്ന കായ്കളും കിഴങ്ങുകളൊക്കെ അങ്ങനെയുള്ളതാണ്. മനസ്സിലായോ? അതായത് അവരാണ് കിഴങ്ങുകളിലും കായകളിലൊക്കെയാണ് എന്ത് ചെയ്യുക? അവരവരുടെ ബാക്കി ഫുഡൊക്കെ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുക. മനസ്സിലായോ? അപ്പോൾ ധാരാളം ഓർഗാനിസംസ് എന്ത് ചെയ്യും? അത് ഭക്ഷണമായിട്ട് പ്രയോജനപ്പെടുത്തും അല്ലേ? എന്ത് ചെയ്യുക? ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്. അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ഫോർ ഫുഡ്. അതായത് ബാക്കിയുള്ള ജീവികൾ എന്ത് ചെയ്യും? അത് ഭക്ഷണമായിട്ട് പ്രയോജനപ്പെടുത്തും. മനസ്സിലായോ? അപ്പോൾ ചെടിയുടെ അടുക്കള ഏതാണെന്ന് നമ്മൾ പഠിച്ചത്? ഇല അല്ലേ? ലീവ്സാണ് ചെടിയുടെ അടുക്കള എന്ന് പറയുന്നത്. അവിടെയാണ് ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെടിയുടെ പാർട്സും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ് ചെടിയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റെമ്മ്. എന്താ സ്റ്റെമ്മ് ചെയ്യുന്നത്? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. എന്താ തണ്ട് ചെയ്യുന്നത്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. അപ്പോൾ സ്റ്റെമ്മിൻ്റെ അവിടുന്ന് നേരെ ആ ഒരു ധർമ്മത്തിൻ്റെ അവിടേക്ക് ഒരു ആരോ മാർക്ക് ഇടുക. ഓക്കെ, എന്താ ചെയ്യുന്നത്? സ്റ്റെമ്മ് ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും അതുപോലെ തന്നെ പോഷകങ്ങളൊക്കെ എവിടേക്ക് എത്തിക്കുന്നു? ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സ്റ്റെമ്മാണ്, തണ്ടാണല്ലേ. ഇനി നെക്സ്റ്റ് ലീഫ്. ഇലയുടെ ധർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിരുന്നു എന്താണ്? പ്രിപ്പയർ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. പ്രിപ്പയേഴ്സ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. ചെടികൾക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണ്? ലീഫിലാണല്ലേ, ഇലകളിലാണ് അല്ലേ. ഇനി റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേര് അല്ലേ. വേരിൻ്റെ ധർമ്മം എന്താണ്? ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. എന്താ ചെയ്യുന്നത്? സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നു. അത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല. അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. അതായത് മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും അതുപോലെ തന്നെ പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് ആരാണ്? വേരാണ്. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? വേരാണ്. അതായത് പ്ലാന്റിനെ സോയിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? റൂട്ടാണ്. അതുപോലെ തന്നെ വാട്ടറും ന്യൂട്രിയൻസൊക്കെ സോയിലിൽ നിന്ന് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ആരാണ്? റൂട്ടാണ്. വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും അല്ലെങ്കിൽ റൂട്ട് വലിച്ചെടുക്കുന്ന ജലവും വാട്ടറും ന്യൂട്രിയൻസൊക്കെ ആര് അബ്സോർബ് ചെയ്യുന്നത്? സ്റ്റെമ്മാണ് അല്ലേ. സ്റ്റെം അബ്സോർബ് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കുന്നു? ലീവ്സിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടി വായിക്കാം. സ്റ്റെമ്മിൻ്റെ ധർമ്മം എന്താണ്? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. അതായത് വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ലീഫ് എന്താ ചെയ്യുന്നത്? പ്രിപ്പയേഴ്സ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇനി റൂട്ട് എന്താ ചെയ്യുന്നത്? ഫിക്സസ്
the plant in the soil and absorbs water and nutrients required for the plant from the soil. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതും മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് ആരാണ്? വേരാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇലകളെ കുറിച്ചാണ്. ലീവ്സ്, അതായത് സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്? ഇലകളിലാണല്ലേ. അപ്പോൾ ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഇലകളെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇലകൾക്കുമുണ്ടല്ലേ വൈവിധ്യം, അല്ലേ? വെറൈറ്റീസ് ഓഫ് ലീവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ പലതരം ലീവ്സാണുള്ളത്. എല്ലാ ഇലകളും ഒരുപോലെയാണോ? അല്ല, അല്ലേ? അപ്പോൾ ഓരോ ചെടികളുടെയും ഇലകളൊക്കെ നിരീക്ഷിച്ചിട്ട് അത് ഇതുപോലെ പട്ടികപ്പെടുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഓരോ ചെടികളുടെയും തുമ്പ, മാംഗോ ട്രീ, ലോട്ടസ്, പ്ലാന്റെയിൻ, തുളസി, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന സസ്യങ്ങളുടെ ഇലകളെല്ലാം നിരീക്ഷിച്ച് അതിൻ്റെ ഷേപ്പ് ആ ലീവ്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്, അതിൻ്റെ സ്മെല്ലുണ്ടോ ഇല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ കളറ്, ആ ലീവ്സിൻ്റെ കളർ എന്താണ്, അതൊക്കെ ഇതുപോലെ നോട്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക കേട്ടോ. നമ്മൾ ഈ ടേബിള് നോക്കിയില്ലേ, അതായത് ഓരോ ഇലകളും വ്യത്യാസമുണ്ട്, അതിൻ്റെ കളർ വ്യത്യാസമുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു ദ ലീവ്സ് ഡിഡ് യു ഫൈൻഡ്? അതായത് നിങ്ങൾ നിരീക്ഷിച്ച ഇലകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എന്തിലൊക്കെയാണ് ഇലകൾക്ക്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഇലകളിൽ നമ്മൾ കണ്ടെത്തിയത്? എന്താണ്? ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്, ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്പ്, there is variety in size, there is variety in smell, there is variety in venation, and there are thick and thin leaves. എന്തൊക്കെ കണ്ടു? നിറത്തിലുണ്ടല്ലേ വൈവിധ്യം, അതുപോലെ തന്നെ അതിൻ്റെ ആകൃതിയിലുണ്ട് വൈവിധ്യം, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, മണത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ സിരാവിന്യാസത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്, പിന്നെ കട്ടി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഇലകൾ കണ്ടു. അപ്പോൾ എല്ലാ ഇലകൾക്കും എന്തുണ്ട്? അതിൻ്റേതായ പ്രത്യേകതകൾ ഓരോ ഇലകൾക്കും ഉണ്ടല്ലേ. ഇനി നമുക്ക് കുറച്ച് ഇലരൂപങ്ങൾ നിർമ്മിക്കാം. ഇലകൾ ഉപയോഗിച്ച് കുറേ അധികം ജീവികളുടെ രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. ഇതുപോലെ നിങ്ങളും ലീഫും കൊണ്ട് കുറേ ഫിഗേഴ്സ് ഉണ്ടാക്കണം. വി ക്യാൻ മേക്ക് മെനി ഫിഗേഴ്സ് യൂസിങ് ലീവ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ലീവ്സൊക്കെ വെച്ചിട്ട് ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇതിലും നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പേപ്പർ A4 ഷീറ്റിലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരണം. കേട്ടില്ലേ? നമ്മൾ ഇലകളിലെ വൈവിധ്യം കണ്ടു അല്ലേ? ഇലകളിലെ വൈവിധ്യം പോലെ ഇലകൾ പല നിറത്തിലും പല ഷേപ്പിലും പല മണങ്ങളൊക്കെ, എല്ലാത്തിലും വ്യത്യസ്ത മണങ്ങളും എല്ലാം ആണ് അല്ലേ? ചിലത് മണം ഇല്ലാത്തതുണ്ടാവും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇലകൾ നമ്മൾ കണ്ടു അല്ലേ? അതുപോലെ തന്നെ എന്താണ്, ഫ്ലവേഴ്സിലും എന്തുണ്ട്? ഇതുപോലെ തന്നെ വെറൈറ്റി ഉണ്ട്. വെറൈറ്റി, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലേ? എല്ലാത്തിൻ്റെയും പൂക്കൾ എന്താണ്? വ്യത്യസ്തതയുള്ള പൂക്കളാണല്ലേ? ഈ ചെടി പറയുന്നത് നോക്കി, എൻ്റെ പൂക്കൾ പറിക്കല്ലേ. എന്തുകൊണ്ടായിരിക്കും ആ ചെടി പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ പൂക്കൾ പറിക്കല്ലേ എന്ന്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ആ ചെടി പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ പൂക്കൾ പറിക്കല്ലേ? Why does this plant say no to pluck its flowers? What are the benefits of flowers? Who benefited? എന്താ അതിൽ പറയുന്നത്? ചെടി എന്തുകൊണ്ടായിരിക്കും പൂക്കൾ പറിക്കല്ലേ എന്ന് പറഞ്ഞത്? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാമാണ് പ്രയോജനമുള്ളത്? എന്തെല്ലാം പ്രയോജനങ്ങളാണ് പൂക്കളെ കൊണ്ടുള്ളത്? നമുക്ക് നോക്കാം. Bees gets honey. Fruits are produced from flowers. Fruits make us happy. We use flowers for decoration. Birds, butterflies, insects are used as food. We use some flowers as medicine. Flowers help the formation of new plants. അതായത് തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു. പൂക്കളിൽ നിന്നാണ് പഴങ്ങളും കായ്ക്കളൊക്കെ ഉണ്ടാവുന്നത്. പൂക്കൾ നമുക്ക് സന്തോഷം നൽകുന്നു. മനുഷ്യർ എന്തിനാ ഉപയോഗിക്കുന്ന പൂക്കൾ? അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷികള്, പ്രാണികള്, പൂമ്പാറ്റ എന്നിവയൊക്കെ
നമ്മളൊക്കെ പൂക്കളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മരുന്നിനായിട്ട് ചില പൂക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചെടി ഉണ്ടാകുന്നതിനുള്ള സൗകര്യം പൂക്കൾ ഒരുക്കുന്നു. ഇനി ടീച്ചർ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന് അതിൻ്റെ പേരുകൾ നമുക്ക് യോജിപ്പിക്കാം. ഫസ്റ്റത്തെ ഏതാണ്? റോസ് ഉണ്ട്, പിന്നെ കണിക്കൊന്ന ഫ്ലവർ ഉണ്ട്, ജാസ്മിൻ ഫ്ലവർ ഉണ്ട്, സീനിയ ഫ്ലവർ ഉണ്ട്, പിന്നെ 10 മണിപ്പൂവുണ്ട്, പിന്നെ ഏതാ? മാരിഗോൾഡ് ഫ്ലവർ ഉണ്ട്. മാരിഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ചെണ്ടുമല്ലി അല്ലേ? അപ്പോൾ പൂക്കളിലെ വൈവിധ്യം കണ്ടോ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ? നോക്കിയിരിക്കുക നിങ്ങൾ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ യോജിപ്പിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ കണ്ടു അല്ലേ? ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് കണ്ടില്ലേ നമ്മൾ? ഏതൊക്കെ കണ്ടേ? റോസ് കണ്ടു, ജാസ്മിൻ കണ്ടു, മാരിഗോൾഡ് കണ്ടു, 10 മണിപ്പൂവ് കണ്ടു, കണിക്കൊന്ന ഫ്ലവർ കണ്ടു, സീനിയ കണ്ടു. വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്, അതായത് ഫ്ലവർ തരാത്ത ചെടികളും ഉണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫേൺ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പറമ്പിലൊക്കെ നടക്കുമ്പോൾ ഇതുപോലത്തെ ഫേൺ എന്ന് പറഞ്ഞിട്ടുള്ള ചെടി കണ്ടിട്ടുണ്ടാവും. ഫേൺ, അതുപോലെ തന്നെ മോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊന്നും ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അതുപോലെ ക്രിസ്മസ് ട്രീ നമ്മൾ കണ്ടിട്ടില്ലേ? ക്രിസ്മസ് ട്രീ. അതുപോലെ സൈക്കസ്, അതും എന്താണ്? നോൺ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അതിൽ നിന്നൊന്നും പൂക്കൾ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് ചെടികൾ കണ്ടില്ലേ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് പൂക്കാത്ത സസ്യങ്ങൾ ഇല്ലേ? അതുപോലെ ഈ ചെടികളൊന്നും പൂക്കില്ല, അതായത് പൂക്കൾ ഈ ചെടികളിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ കണ്ടു അല്ലേ? ചെടിക്ക് പൂക്കൾ നൽകുന്ന ഭംഗി വേറെ തന്നെയാണല്ലേ? നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങളിൽ പൂക്കാത്ത സസ്യങ്ങളും ഉണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? പായലുകൾ, ആൽഗകൾ, ഫംഗസുകൾ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളൊന്നും എന്താ ചെയ്യില്ല? പൂക്കില്ല അല്ലേ? ഏതൊക്കെയാണ്? മോസസ്, ആൽഗെ, ഫംഗസ് എക്സെട്ര ആർ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് പൂക്കാത്ത സസ്യങ്ങളാണ് ഏതൊക്കെ? നമ്മളിപ്പോൾ കണ്ട ഫേണും ക്രിസ്മസ് ട്രീ, മോസസ്, സൈക്കസ്, അതുപോലെ തന്നെ ആൽഗെ, ഫംഗസ്, ഇവയൊന്നും പൂക്കില്ല, അതായത് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. നമ്മൾ ഒരു പ്ലാന്റിൻ്റെ മേജർ പാർട്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് മേജർ പാർട്സ് നമ്മൾ പഠിച്ചത്? റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ദി പ്ലാന്റ്സ് ഗ്രോത്ത്. പ്ലാന്റ് വളർന്നു തുടങ്ങുമ്പോഴാണ് അതിന് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുക അല്ലേ? ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സ് ആണ് എന്തായി മാറുക? ഫ്രൂട്ട്സ് ആയിട്ട് മാറുക അല്ലേ? ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ പ്ലാന്റ്സും പൂക്കാറില്ല അല്ലേ? ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ഓൾസോ. എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് ആയിട്ട് മാറാറുമില്ല അല്ലേ? നമ്മൾ കുറേ വൈവിധ്യങ്ങളുള്ള ചെടികൾ ഇപ്പോൾ കണ്ടു. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് കണ്ടു, ഫ്ലവറിങ് പ്ലാന്റ്സ് കണ്ടു, എല്ലാം കണ്ടു അല്ലേ? ഈ ടീച്ചർ ചോദിക്കട്ടെ, ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ? വാട്ട് ആർ ദർ ഫീച്ചേഴ്സ്? അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ വെള്ളം ഒട്ടും ആവശ്യമില്ലാതെ വളരുന്ന ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് അറിയാമോ? അതായത് ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ അറിയാമോ? എന്തൊക്കെയാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. ഇങ്ങനെ ജലം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ജലം ഇല്ലാത്ത സ്ഥലങ്ങളിൽ വളരുന്ന ഒരു സസ്യമാണ് എന്ത്? കാക്ടസ് എന്ന് പറയുന്നത്. കാക്ടസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെടി കാക്ടസ് പ്ലാന്റ്, കള്ളിമുൾച്ചെടി എന്ന് പറയും, കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഇതിനൊന്നും വെള്ളം ആവശ്യമില്ല, എന്നാൽ നല്ല രീതിയിൽ തഴച്ച് വളരുന്ന ഒരു സസ്യമാണ് അല്ലേ? വെള്ളമില്ലാതെ വളരുന്ന സസ്യമാണത്. അപ്പോൾ കാക്ടസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കാക്ടസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ കാക്ടസ് പ്ലാന്റ് സ്റ്റെം ഈസ് ട്രാൻസ്ഫോംഡ് ആസ് ലീവ്സ്. കണ്ടില്ലേ? ഈ കാക്ടസ് പ്ലാന്റിൽ സ്റ്റെം എന്ന് പറയുന്നത് ഇല്ല. സ്റ്റെം എന്തായിട്ടാണ് വളരുന്നത്? ലീഫായിട്ടാണ് വളരുന്നത് അല്ലേ? അതായത് തണ്ട് ഇലകൾ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൽ എല്ലാം ഇലകളാണ് അല്ലേ? ഇലയിൽ നിന്ന് വേറെ ഇല, ഇലയിൽ നിന്ന് വേറെ ഇല, അങ്ങനെ തണ്ട് ഇലകളെ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് അല്ലേ ഈ ചെടിയിൽ അല്ലേ?
ദീസ് പ്ലാന്റ്സ് ആർ ഗ്രോയിങ് പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ. ഈ പ്ലാന്റ്സ് എവിടെയാണ് ഗ്രോ ചെയ്യുക? വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ കാക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. ദ ഡ്യൂട്ടി ഓഫ് ദി ലീഫ് ഈസ് പെർഫോംഡ് ബൈ ദ സ്റ്റെം ഇറ്റ് സെൽഫ്. അതായത് ഇല ചെയ്യുന്ന ജോലി തണ്ട് തന്നെ ചെയ്യുന്നു. ഇല ചെയ്യുന്ന ജോലി തണ്ട് തന്നെ ചെയ്യുന്നു അല്ലേ? നമ്മൾ പൂക്കളിലെ വൈവിധ്യം പഠിച്ചു അല്ലേ? ഇതുപോലെ ഒരു പൂവാണ്, അതായത് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ഒരു റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്, നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള പൂവ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നീലക്കുറിഞ്ഞി പൂക്കള്. നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ലാവൻഡർ കളറായിട്ട് നല്ലൊരു പൂവാണ്, ബ്ലൂ കളറിൽ നല്ല രസമാണ് കാണാൻ. അത് നീലഗിരി ഹിൽസിലാണ് എന്ത് കാണുന്നത്, ഈ പൂക്കൾ കാണുന്നത് അല്ലേ? അതായത് 12 വർഷത്തിൽ ഒരിക്കലാണ് ആ പൂക്കൾ പൂക്കുന്നത്. അത് നിങ്ങൾക്കറിയാമോ? ദിസ് ഈസ് ദ റെയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. മനസ്സിലായോ? വൺസ് ദ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് വിൽ സ്റ്റേ. അതായത് ഒരു പ്രാവശ്യം അത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും. എത്ര നാൾ വരെ? വിത്തൗട്ട് വിതറിങ് ഫോർ അപ് ടു 3 months. അതായത് അത് ആ ചെടി അല്ലെങ്കിൽ ആ പൂ നശിച്ച് പോകാതെ എത്ര നാൾ വരെ നിൽക്കും? 3 മാസം വരെ നിൽക്കും എന്നാണ് പറയുന്നത്. അതായത് 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ. പൂത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് നശിച്ച് പോകാണ്ട്, ആ പൂവ് നാശമായി പോവില്ല. എത്ര നാൾ വരെ നിൽക്കും? 3 മാസം വരെ നിൽക്കുന്നു. ഓ, ഭയങ്കര അത്ഭുതമാണല്ലേ? ദേ ആർ ബ്ലൂ ഇൻ കളർ. അതിന്റെ കളർ എന്താണ്? ബ്ലൂ കളറാണല്ലേ? നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ. നീലക്കുറിഞ്ഞി. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? നീലക്കുറിഞ്ഞിയാണല്ലേ? അതായത് നീലഗിരി ഹിൽസ് അതായത് നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? ഈ നീലക്കുറിഞ്ഞി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് വന്നത്? നീലഗിരി ഹിൽസ് എന്ന പേര് വന്നിട്ടുള്ളത്. മനസ്സിലായോ? നമ്മുടെ ചുറ്റും കുറേ വലുതും ചെറുതുമായിട്ടുള്ള കുറേ സസ്യങ്ങളുണ്ടല്ലേ? ഈ സസ്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്ത് പ്രയോജനങ്ങളുണ്ടല്ലേ? നമുക്ക് മാത്രമല്ല പ്രയോജനമുള്ളത്, നമുക്ക് ചുറ്റുമുള്ള മറ്റ് ജീവികൾക്കും എന്തുണ്ട്? പ്രയോജനങ്ങളുണ്ട്. ഈ സസ്യങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്. എന്തെല്ലാം സഹായങ്ങളാണ്, എന്തൊക്കെ സർവീസസ് ആണ് സസ്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? എന്തൊക്കെയാണ് സസ്യങ്ങളുടെ പ്രയോജനങ്ങൾ? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? എന്തൊക്കെയാണ് ചെയ്യുന്നത് സസ്യങ്ങൾ? പ്രൊവൈഡ് ഷെയ്ഡ്, provide shelter, provide leaves and fruits as food to organisms, help us to get fresh air. Plants are used as medicines, helps to prevent soil erosion. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്ലാന്റ് ചെടി നമുക്ക് നൽകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? സസ്യങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഷെയ്ഡ്, അതായത് നമുക്ക് തണൽ തരുന്നു അല്ലേ? പ്രൊവൈഡ് ഷെൽട്ടർ ടു ഓർഗാനിസംസിന് എന്ത് നൽകുന്നു? ഷെൽട്ടർ കൊടുക്കുന്നു അല്ലേ? അതായത് അവർക്ക് വാസസ്ഥലം കൊടുക്കുന്നു അല്ലേ ഒരു പ്ലാന്റ്. അതുപോലെ പ്രൊവൈഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആസ് ഫുഡ് ടു ഓർഗാനിസംസ്, അതായത് പക്ഷികൾക്കും ചെറുജീവികൾക്കും ഒക്കെ എന്ത് നൽകുന്നു? ഭക്ഷണത്തിനായിട്ടുള്ള കായകളും ഫ്രൂട്ട്സും ലീവ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? അതുപോലെ ഹെൽപ്പ് us ടു ഗെറ്റ് ഫ്രഷ് എയർ, അതായത് ശുദ്ധവായു ലഭിക്കുന്നതിന് സഹായകമാകുന്നു. അതുപോലെ പ്ലാന്റ്സ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻസ്, അതായത് പല സസ്യഭാഗങ്ങളും നമുക്ക് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെന്താ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ടാണ് ചെടികൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത്? ഹെൽപ്സ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ. എന്താണ് ഹെൽപ്സ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ? അതായത് മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത്? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ട്രീസ്. ഡോണ്ട് ഫോർഗെറ്റ്. എന്താ പറയണേ? നമുക്ക് ഇത്രയധികം പ്രയോജനങ്ങൾ, നമുക്ക് ഇത്രയധികം ബെനഫിറ്റ്സ് വരുന്ന സസ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിക്കണം, വേണ്ടേ? അപ്പോൾ ധാരാളം സസ്യങ്ങൾ നമ്മൾ നട്ടു വളർത്തിയിട്ട് അവയെ നമ്മൾ സംരക്ഷിക്കണം. ഈ ഭൂമിയെ ഹരിതഭൂമിയായിട്ട് നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അത് നമ്മൾ ആരും മറക്കരുത്. കേട്ടില്ലേ? അപ്പം നമ്മുടെ ഹരിതഭൂമി, ഗ്രീൻ എർത്ത് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് വരിക.
ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.